സർ, എന്താണ് സ്ട്രോക്ക്? സ്ട്രോക്ക് വന്ന പേഷ്യൻറ്റിന് മോളിക്കുലർ ഹൈഡ്രജൻ തെറാപ്പി എങ്ങനെ ഹെൽപ്പ് ചെയ്യും? സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലോട്ട് ഉള്ള ധമനികളിൽ ബ്ലോക്കുകൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ ആ ധമനികൾ പൊട്ടുകയോ ചെയ്യുന്നതിലൂടെ ഐദർ ഹെമറാഗിക് അല്ലെങ്കിൽ ഇസ്കിമിക് സ്ട്രോക്ക് ഉണ്ടാകുന്നതിലൂടെ എന്താ പറ്റുന്നത്, ഈ തലച്ചോറിലുള്ള ടിഷ്യൂസിലേക്ക് രക്തപ്രവാഹം നിലയ്ക്കുകയും അല്ലെങ്കിൽ അത് രക്തത്താൽ കുളിക്കപ്പെടുകയും, ഈ രണ്ടവസ്ഥയിൽ സംഭവിക്കാം കേട്ടോ സ്ട്രോക്ക്. ഇതിലൂടെ ഉണ്ടാകുന്ന തലച്ചോറിൻ്റെ കോശ നശീകരണത്തിനെയാണ് സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം എന്ന് പറയുന്നത്. മോളിക്കുലർ ഹൈഡ്രജൻ തെറാപ്പി ഉപയോഗിച്ച് നമുക്ക് ഡയറക്റ്റ്ലി സ്ട്രോക്കിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അതേസമയം സ്ട്രോക്കിൻ്റെ മെഡിക്കേഷൻസ്, പോസ്റ്റ് സ്ട്രോക്ക് മെഡിക്കേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന വേളയിൽ നമുക്ക് ഈ സ്ട്രോക്കിന് അല്ലെങ്കിൽ പക്ഷാഘാതത്തിന് വേണ്ടി എടുക്കുന്ന മരുന്നുകളുടെ കൂടെ മോളിക്കുലർ ഹൈഡ്രജൻ തെറാപ്പി നമ്മുടെ തലച്ചോറിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുകയും ന്യൂറോ ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും ന്യൂറോ പ്രൊട്ടക്ഷൻ പ്രതിനിധാനം ചെയ്യുകയും അതുപോലെ നാഡികളുടെ ഉള്ളിലുള്ള മൈറ്റോകോൺട്രിയയിലെ എനർജി എൻഹാൻസ് ചെയ്യുകയും അതുപോലെ ഗാബ എർഗിക് ടോണുകളെല്ലാം ബെറ്റർ ആക്കുകയും ചെയ്യുന്നു. ഇത് മാത്രമല്ല, പിൽക്കാലത്ത് വീണ്ടും ഒരു പക്ഷാഘാതം അല്ലെങ്കിൽ ഒരു റീപെർഫ്യൂഷൻ ഇഞ്ചുറി വരാതെ നോക്കാനും മോളിക്കുലർ ഹൈഡ്രജൻ തെറാപ്പിക്ക് സാധിക്കുന്നു എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. സർ, എത്ര നാൾ ഈ ഹൈഡ്രജൻ തെറാപ്പി തുടരണം? സ്ട്രോക്ക് പേഷ്യൻസിൽ സാധാരണയായി അവർ അതിൻ്റേതായ റെസ്പെക്റ്റീവ് മരുന്നുകൾ, മെഡിക്കേഷൻസ് എല്ലാം എടുത്തു പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 6 മാസം മുതൽ 12 മാസം വരെ തുടർച്ചയായിട്ട് മോളിക്കുലർ ഹൈഡ്രജൻ തെറാപ്പി തുടരുകയാണ് എന്നുണ്ടെങ്കിൽ ആ സ്ട്രോക്ക് മുഖാന്തരം അവർക്കുണ്ടായ പോസ്റ്റ് സ്ട്രോക്ക് സീക്വല്, ഇനി തരത്തിലുള്ള ചിലപ്പോൾ ഹെമി പാരസിസ് ആയിരിക്കാം, ക്വാഡ്രി പാരസിസ് ആയിരിക്കാം, ഇതിലൊക്കെ മാറ്റങ്ങൾ അലോങ് വിത്ത് ഫിസിയോതെറാപ്പി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എത്ര നേരം അല്ലെങ്കിൽ എത്ര ടൈം ഈ തെറാപ്പി എടുക്കണം എന്ന് ഒരു സംശയം ഉണ്ടെങ്കിലും നമുക്ക് സ്ട്രോക്ക് പേഷ്യൻസിന് മെയിൻലി നമുക്ക് എനിവേ മോളിക്കുലർ ഹൈഡ്രജൻ ഗ്യാസ് നമുക്ക് ഇൻഹലേറ്ററി മെത്തേഡിൽ നമ്മൾ കൂടുതലും എടുക്കാറ്. ആ എക്സ്പോസ് ചെയ്യുന്നത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഈസി ആയിട്ട് ക്രോസ് ചെയ്യും. ബിക്കോസ് നമുക്ക് മോളിക്കുലർ ഹൈഡ്രജൻ വളരെ ചെറിയൊരു തന്മാത്ര ആയതുകൊണ്ട് ഈസി ആയിട്ട് അത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യുന്നതാണ്. പക്ഷേ എന്നിരുന്നാലും നമുക്കൊരു ഹൈ വോളിയം ഔട്ട്പുട്ടുള്ള മെഷീൻ ഒരു മിനിമം 2 മണിക്കൂർ ഡെയിലി 2 നേരം വെച്ചെങ്കിലും എടുക്കുകയാണെങ്കിൽ വളരെ നല്ല ഫേവറബിൾ അല്ലെങ്കിൽ ഡിസൈറബിൾ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ എഫക്ട്സ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്.